ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് രസം. ഒരു കറിയുമില്ലാത്തപ്പോൾ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കറിയാണ് രസം. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിന് അവരവരുടെ എരിവിനനുസരിച്ച് 8-10 വറ്റൽമുളക്, 1.5 ടീസ്പൂൺ കുരുമുളക്, 1.5 ടേബിൾ സ്പൂൺ പച്ചമല്ലി, ഏകദേശം 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ ഗുണം വെളുത്തുള്ളി, അതായത് 6-7 അല്ലി വെളുത്തുള്ളി, പിന്നെ 1.5 ഇഞ്ച് നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി, 5-6 ചെറിയ ഉള്ളി, പിന്നെ ഏകദേശം വലിപ്പമുള്ള 3 ടൊമാറ്റോ, 2-3 തണ്ട് കറിവേപ്പില, കായം, ഒരു മുഴുത്ത നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി, അത് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് കുതിർക്കണം. പിന്നെ 1/2 മുതൽ 3/4 കപ്പ് വരെ മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ രസത്തിന് എടുക്കുന്നത്. പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പുളിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം. ടൊമാറ്റോ നമുക്ക് ചെറിയ കഷ്ണമാക്കി അരിഞ്ഞെടുത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ട് വാട്ടിയതിന് ശേഷം തൊലി കളഞ്ഞ് മിക്സിയിൽ അടിച്ച് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് എല്ലാം കൂടെ ഒന്നിട്ട് ക്രഷ് ചെയ്ത് ഇടാം. മുളകിൻ്റെ ഞെട്ടി കളഞ്ഞോ കളയാതെയോ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ടൊമാറ്റോസ് ചേർത്ത് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് പുളി ഞെരടി പിഴിഞ്ഞ് അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അവസാനം പുളി ആവശ്യമെങ്കിൽ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. അര മുതൽ 3/4 കപ്പ് വരെ മല്ലിയില അരിഞ്ഞതും, 1/2 ടീസ്പൂൺ കായപ്പൊടിയും, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് ഗ്യാസിൽ വെച്ച് ടൊമാറ്റോ വേകുന്നവരെ വേവിച്ചെടുക്കാം. ഇനിയും അടച്ച് ടൊമാറ്റോ വേകുന്നവരെ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. രസം തിളച്ച് കഴിയുമ്പോൾ അടപ്പൊന്ന് തുറന്ന് ഉപ്പും പുളിയുമൊക്കെ നോക്കി ആവശ്യമെങ്കിൽ ഉപ്പും പുളിയും ചേർത്ത് ഒന്നുകൂടെ അടച്ച് ടൊമാറ്റോ വേകുന്നവരെ വെക്കാം. നമ്മുടെ രസം റെഡിയായിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ വെന്ത് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തൊഴിക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തരുമ്പോൾ 2-3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും, 2 ഉണക്കമുളക് മുറിച്ചതും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഉള്ളി ചുമക്കുമ്പോൾ നമുക്ക് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉള്ളി ചുമന്ന് കഴിയുമ്പോൾ ഒരു മണത്തിന് അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി രസത്തിലേക്ക് ഒഴിക്കാം. രസം അരിപ്പയിലൂടെ അരിച്ചോ അരിക്കാതെയോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുടിക്കാനാണെങ്കിൽ അരിച്ചെടുത്ത് ഗ്ലാസ്സിലൊഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. വായിൽ രുചിയില്ലാത്തപ്പോൾ രുചി വർദ്ധിപ്പിക്കാനും വിശപ്പ് വർദ്ധിപ്പിക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും രസം ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ആഴ്ചയിൽ 2-3 പ്രാവശ്യം വളരെ ഈസി ആയിട്ടുള്ള ഈ രസം ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഹൈപ്പും തരാൻ മടിക്കരുത്. അതേപോലെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.